ടെഹ്റാനിൽ 4 ദിവസമായി തുടരുന്ന ഇസ്രായേൽ-ഇറാൻ യുദ്ധം അതിൻ്റെ പാരമ്യത്തിലേക്ക് കടന്നതോടെ കീഴടങ്ങി ഇറാൻ. സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും ആണവ നിർവ്യാപന കരാറിലേക്ക് നീങ്ങാൻ തയ്യാറാണെന്നും ഇറാൻ അറബ് പ്രതിനിധികൾ വഴി ഇസ്രായേലിനും അമേരിക്കയ്ക്കും സന്ദേശം നൽകിയതായി വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിന് പിന്നാലെ അമേരിക്കയിലെ വാർത്താ ഏജൻസിയായ CNN-ഉം ഇസ്രായേലുമായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ്റെ പ്രസ്താവനയും പുറത്തുവിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമാധാന ആവശ്യം ഉയർത്തുകയാണെങ്കിൽ അത് ഇറാൻ്റെ സമ്പൂർണ്ണ കീഴടങ്ങലായാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇറാൻ്റെ ഈ സമാധാന അഭ്യർത്ഥനയോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതുകൂടി അറിഞ്ഞാലേ യുദ്ധത്തിൻ്റെ കരനിഴൽ മധ്യേഷ്യയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുപോയി എന്ന് പറയാനാകൂ. ഇസ്രായേലുമായുള്ള യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന ഔദ്യോഗിക പ്രസ്താവന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനിലൂടെയാണ് ഇറാൻ പുറത്തുവിട്ടത്. അതുവരെ ഇസ്രായേലിനെതിരെ വെല്ലുവിളിയും യുദ്ധാഹ്വാനങ്ങളുമായി കളം നിറഞ്ഞിരുന്ന ആയത്തുള്ള ഖമേനിയുടെ അസാന്നിധ്യം ഇറാൻ്റെ തോൽവിയുടെ പ്രതീകമായി മാറി. പകരം ഇറാൻ്റെ പ്രസിഡന്റാണ് ഇത്രയും നിർണായകമായ പ്രസ്താവന നടത്തിയത്. മാത്രമല്ല, കാനഡയിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ 7 രാഷ്ട്രങ്ങളുടെ G7 യോഗത്തിൽ എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടതും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുമെന്ന പ്രതീക്ഷ ഉയർത്തിയിരിക്കുകയാണ്.